കുറച്ച് OTT അപ്ഡേറ്റ്സും OTT റിലീസ് ഡേറ്റ്സും ഉൾപ്പെടെ അപ്ഡേറ്റ്സ് ആയിട്ടാണ് ആദ്യം അപ്ഡേറ്റിലൂടെ തന്നെ പകരം പക്ഷേ ഇല്ലാതെ സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റോക്സ് ഡിസ്ക്രിപ്ഷൻ ലൈറ്റ് OTT അപ്ഡേറ്റ് പറയുന്നത് റിലീസ് ഡേറ്റ് അല്ല നമ്മുടെ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ അജിത്തിന്റെ പുതിയ സിനിമ ഉണ്ട്. സിനിമയുടെ OTT റൈറ്റ്സ് പല മേടിച്ചത് കൺഫേം ആയിട്ടുണ്ട്. 95 കോടിക്ക് നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് മേടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗോട്ട് എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ തലപതി അണ്ണൻ്റെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം വെങ്കട് പ്രഭുവിൻ്റെ ഡയറക്ഷനിൽ വരുന്ന നമ്മുടെ ഈ വരുന്ന സെപ്റ്റംബറിനാണ് റിലീസ് ചെയ്യുന്നത്. ഈ വർഷം 2024 110 കോടിക്ക് നെറ്റ്ഫ്ലിക്സ് ആണ് സിനിമയുടെ OTT റൈറ്റ്സ് മേടിച്ചിരിക്കുന്നത്. അടുത്ത OTT റിലീസ് ഡേറ്റ് അപ്ഡേറ്റ് ആണ് നമ്മുടെ അജയ് ദേവൻ കേന്ദ്ര കഥാപാത്രം അഭിനയിച്ച സിനിമ മൈതാൻ എന്ന് പറഞ്ഞ സിനിമ ഹിന്ദി സിനിമയാണ്. ആമസോൺ പ്രൈമിൽ ഇപ്പോൾ സിനിമ റെന്റ് ഫോർമാറ്റിലാണ് OTT റിലീസ് ചെയ്തിരിക്കുന്നത്. ജൂൺ 5 ശേഷം സിനിമ റെന്റ് ഫോർമാറ്റ് മാറി നമുക്ക് നോർമൽ സബ്സ്ക്രിപ്ഷൻ പ്ലാനുള്ളവർക്ക് സിനിമ കാണാൻ പറ്റുന്ന രീതിയിലായി മാറും. അടുത്തൊരു കമ്മിങ് സൂൺ അപ്ഡേറ്റ് തന്നെയാണ്. നമ്മുടെ ഡിസ്നീൻ്റെ ഭാഗത്ത് നിന്ന് പുതിയൊരു കമ്മിങ് സൂൺ പോസ്റ്റർ വന്നിട്ടുണ്ട്. നമ്മുടെ നാഗേന്ദ്രൻസ് ഹണിമൂൺസ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു സീരീസ് ആണ് നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറാണ് സിനിമയുടെ സ്ട്രീമിംഗ് അവകാശം മേടിച്ചിരിക്കുന്നത്. സിനിമ ഈ വരുന്ന മാസമായിട്ട് ഈ വരുന്ന മെയ് മാസം ലാസ്റ്റ് വീക്കായിട്ട് അല്ലെങ്കിൽ ജൂൺ മാസം ഫസ്റ്റ് വീക്കായിട്ട് സിനിമയുടെ സ്ട്രീമിംഗ് തുടങ്ങും ഓരോ വെബ് സീരീസ്. എന്തായാലും നല്ലൊരു എക്സ്പെക്ടേഷൻ വന്നിട്ടുണ്ട് നമ്മുടെ സുരാജിൻ്റെ. അതുപോലെ തന്നെ ക്രൂ എന്ന് പറഞ്ഞ ഹിന്ദി സിനിമ ഉണ്ട്. സിനിമ തിയേറ്ററുകളിൽ ഒരു മിക്സ് അഭിപ്രായങ്ങളാണ്, വലിയ വിജയമൊന്നുമല്ല. എന്നാൽ പോലീസ് സിനിമ ഇപ്പോൾ OTT റിലീസ് ചെയ്യുന്നുണ്ട്. ഈ വരുന്ന മെയ് മാസം 24 നെറ്റ്ഫ്ലിക്സ് വഴി സിനിമയുടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നുണ്ട്. അടുത്തത് നമ്മുടെ കൂലി എന്ന് പറഞ്ഞ രജനികാന്ത് അനിരുദ്ധ് ലോകേഷ് അണ്ണൻ സിനിമ ഉണ്ട്. സിനിമയുടെ OTT റൈറ്റ്സ് പല മേടിച്ചത് കൺഫേം ആയിട്ടുണ്ട്. ആമസോൺ പ്രൈമാണ് സിനിമയുടെ OTT റൈറ്റ്സ് മേടിച്ചിരിക്കുന്നത്. അടുത്തത് ഒരു OTT റിലീസ് ഡേറ്റ് അപ്ഡേറ്റ് തന്നെയാണ്. രത്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശാൽ കേന്ദ്ര കഥാപാത്രത്തിൽ അഭിനയിച്ച തമിഴ് സിനിമ ഹരിയുടെ ഡയറക്ഷനിൽ വന്ന സിനിമ ഈ വരുന്ന മെയ് മാസം 23 ഈ സിനിമ ഇപ്പോൾ ആമസോണിൽ OTT റിലീസ് ചെയ്തിരിക്കുന്നത്. തമിഴ് തെലുങ്ക് ഭാഷയിലാണ് OTT റിലീസ് ചെയ്തത്. അടുത്ത OTT അപ്ഡേറ്റ് കെവിൻ നായകനായി അഭിനയിച്ച സ്റ്റാർ എന്ന സിനിമേൻ്റെയാണ്. ഈ വരുന്ന ജൂൺ മാസത്തേക്കാണ് സിനിമയുടെ OTT റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ജൂൺ മാസം 14 ആമസോൺ പ്രൈമിൽ സിനിമ OTT റിലീസ് ചെയ്യും. അടുത്ത OTT അപ്ഡേറ്റ് അരമണിൻ്റെ 4ാം ഭാഗം സിനിമ ഓൾമോസ്റ്റ് 100 കോടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ സിനിമ കണ്ടു. സിനിമ സത്യം പറഞ്ഞാൽ എന്തൊക്കെയോ ഉണ്ട്, പ്രേക്ഷകർക്ക് അതൊക്കെ മതി. ZEE5 ആണ് സിനിമയുടെ OTT റൈറ്റ്സ് മേടിച്ചിരിക്കുന്നത്. സിനിമ ഈ വരുന്ന മെയ് മാസം അല്ലെങ്കിൽ ജൂൺ മാസം ഫസ്റ്റ് വീക്കായിട്ട് സിനിമ OTT റിലീസ് ചെയ്യാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അല്ലെങ്കിൽ മെയ് മാസം ലാസ്റ്റ് വീക്കായിട്ട്, അതായത് ജൂണാണ് ചാൻസ് കാണുന്നത്. അടുത്ത OTT അപ്ഡേറ്റ് രാജുവേട്ടൻ്റെ സിനിമയാണ് ദ ഗുഡ് ലൈഫ് എന്ന് പറഞ്ഞ സിനിമ ആടുജീവിതം. ഈ വരുന്ന മെയ് മാസം 26 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ പല ഭാഷകളിലായിട്ട് OTT റിലീസ് വരുന്നതാണ്. അടുത്ത OTT അപ്ഡേറ്റ് എന്നല്ല, നമ്മുടെ ഇന്ത്യൻ 2 എന്ന് പറഞ്ഞാൽ കമൽഹാസൻ സിനിമയുടെ OTT റൈറ്റ്സ് ആണ് മേടിച്ചത് കൺഫേം ആയിട്ട്. നെറ്റ്ഫ്ലിക്സ് ആണ് സിനിമയുടെ OTT റൈറ്റ്സ് മേടിച്ചിരിക്കുന്നത്. അടുത്ത OTT അപ്ഡേറ്റ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമൻ്റെയാണ്. സിനിമ ഈ വരുന്ന ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ് വരുന്നത്. ജൂൺ മാസം 3ാമത്തെ വീക്ക്. എന്തായാലും വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ OTT റിലീസായിട്ട് കാത്തിരിക്കാം. അടുത്ത OTT അപ്ഡേറ്റ് ജയ് ഗണേഷ് എന്ന സിനിമൻ്റെയാണ്. മെയ് മാസം 24 സിനിമ ഈ വരുന്ന മനോരമ മാക്സിലൂടെയാണ് OTT റിലീസ് ചെയ്യുന്നത്. ഇതിൽ OTT അപ്ഡേറ്റ്സ് ആണ് ലേറ്റസ്റ്റ് ആയി കിട്ടിയില്ലെങ്കിൽ കൂടുതൽ OTT കാത്തിരിക്കാം. സിനിമ അപ്ഡേറ്റ്സ് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റോക്സ് യൂട്യൂബ് ചാനൽ.